ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. നമുക്ക് ടൈറ്റിൽ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഹീറോയ്ക്ക് മാരേജ് ഇഷ്ടമില്ലായിരുന്നു. ഫ്രണ്ട് പറയാൻ തുടങ്ങി, മച്ചി എന്തടി താലി മേങ്ങിയായിരുന്നു അല്ലേടി? താലി ഓൾറെഡി മേങ്ങി കഴിഞ്ഞുടി. താലി ഞാൻ ഓൾറെഡി മേങ്ങി. എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിക്ക് വേണ്ടി ഞാൻ 2 താലി മേങ്ങി. ഒന്ന് എനിക്ക് കല്യാണം കഴിക്കാം, ഒന്ന് ഞാനൊക്കെ തള്ളി അവന് കെട്ടിട്ടാ മട്ട തളിയാ. അവനക്ക് കെട്ടിട്ട് അവൻ തളിയാ. ആണെങ്കിൽ ആരിപ്പോൾ ഞാൻ അവിടുന്ന് ഓടി വന്നാ അവനൊന്നും ചെയ്യണ്ട. ഹീറോയിനും മണ്ഡപത്തിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരായിരുന്നു ഹീറോയിൻ ഇത് ചെയ്ത് എറിഞ്ഞ ഹീറോയിനിൽ അങ്ങനെ മണ്ഡപത്തിൽ വരാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ. ആ കോക്കനട്ട് ഇങ്ങനെ തേങ്ങ ഹീറോയിൻ്റെ അവിടെ കൊടുക്കാൻ പോകുമ്പോൾ ഹീറോയിൻ എടുത്തുകൊണ്ട് വരുന്ന മാതിരി ആക്ടിങ് ചെയ്തു. ഹീറോയിൻ അതിനെ ഫ്രണ്ടിന് കയ്യിൽ കൊടുത്ത് അവൾ അവിടുന്ന് കറണ്ട് കട്ട് ചെയ്തു. കറണ്ട് എല്ലാ പ്ലാനും മതി. കറണ്ട് കട്ട് ചെയ്ത് ഹീറോയിൻ തെറിച്ച് ഒറ്റ ഓട്ടം ഓടി. ഹീറോയിൻ അവിടെ ഇല്ല. ലൈറ്റ് വരുമ്പോൾ ഹീറോയിൻ ഒറ്റ ഓട്ടം ഓടിയായിരുന്നു. റൂമിൽ നോക്കുമ്പോൾ ലൈറ്റ് ഇല്ല. അതെ, അത് മാരേജ് നടക്കാൻ പോയിരുന്നു. അങ്ങനെ ലൈറ്റും ഇല്ല. ഫുൾ ഇരുട്ടായിരുന്നു. ഹീറോയിൻ റൂമിൻ്റെ അകത്ത് ഉള്ളായിരുന്നു. ഹീറോയിൻ റൂമിൽ നോക്കുമ്പോൾ ഇല്ലായിരുന്നു. വെളിയിൽ വരാൻ പോവായിരുന്നു മണ്ഡപത്തിൽ. ഹീറോയിൻ റൂമിൽ തന്നെ മുങ്ങി ഓടിപ്പോയി. സൈഡ് ബ്ലാക്ക് കിച്ചൺ സൈഡിൽ ഓടിപ്പോയി ഹീറോയിൻ. മതിൽ ചാടി ഒറ്റ ഓട്ടം. അയ്യോ, മതിൽ ചാടാൻ പറ്റില്ലല്ലോ, അയ്യോ ആവറന്ന് വെച്ച് എന്ത് ചെയ്യാം. ഹീറോയിൻ തെറിച്ച് ഓടിപ്പോയി. അങ്ങനെ ഫ്രണ്ട് വന്നു, റോസി പ്രിയ, വാവ് നിന്നെ കല്യാണത്തിൽ ലുക്കിലിക്കണ നല്ല ഫ്ലാറ്റ്. പൊടിയിരിക്കാം വണ്ടിയിൽ കയറ്റി. യോ ബുക്ക് കൊടുത്തിട്ടുണ്ട് മച്ചി, എന്നാ വെട്ടോ ശരി എടുത്തോളൂ, പോകുമ്പോൾ എടുത്തോളിട്ടാ. ഈ ബുക്ക് ഇട്ടുകൊണ്ട് വന്നു. റോസി നിന്നെ ആരും കൊടുത്തിട്ടില്ല ഡി മച്ചി, ഞാനും ബുക്ക് ഇട്ടോണേ. അങ്ങനെ 2 പേര് സ്കൂട്ടറിൽ എടുക്കോട്ട് പോയി. ഇങ്ങനെ ഒരു പെണ്ണ് കാണുന്നില്ല അല്ലെ ഒച്ച വീട്ടിലെല്ലാം കണ്ടു. ഹീറോയുടെ അച്ഛനക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന മാറി അവിടെ. ഹീറോ ഞാൻ പറഞ്ഞത് എൻ്റെ മകൾ പറഞ്ഞത് ഞാൻ കേട്ടില്ലല്ലോ. ഓടിപ്പോയാളത് ഓടിപ്പോയി ബുർക്കിട്ട് ഓടിപ്പോയി പായാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിൽ നല്ല പാട്ട് ഡാൻസ് കളിച്ചായിരുന്നു. ഷൂട്ടിങ് നല്ല ഇങ്ങനെ പോയിട്ട് സിംഗിങ് ഡാൻസ് ആണ്. ഹീറോയിൻ വന്നൂടെ. അങ്ങനെ ജിമ്മിൻ പാട്ടെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് അവനെ ഇടുന്ന പോവാൻ നടക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാറിയില്ലല്ലോ. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ജിമ്മിൻ അമ്പലമാണ്, അകത്ത് പോയിട്ട് നോക്കി വരാം. ഹീറോയിൻ അമ്പലത്തിൽ വന്നു. ഇപ്പം എന്ത് ചെയ്യാം. ഇവിടെ ഇരുന്നു മണ്ഡപത്തിലൂടെ. അതെ, അമ്പലത്തിൽ വന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഇങ്ങനെ വണ്ടി ഇടിപ്പിച്ച് അമ്പലത്തിൻ്റെ സംസാരിക്കുമായിരുന്നു ഹീറോയിൻ. അങ്ങനെയായിട്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ജിമ്മിനകത്ത് വന്നു. എടി റോസി, അവളെവിടെ എടി? ദിയ, അവൾ വരും പറഞ്ഞിട്ടുണ്ടെടി. ദിയ വന്ന് കാണാൻ കോൾ ചെയ്തു. ഇവിടെ അമ്പലത്തിൽ പണിക്കാൻ പറഞ്ഞിരുന്നു ദിയ. ശരി ഓക്കെ. ജിമ്മിന് വന്നു. അങ്ങനെ ജിമ്മിന് വരുമ്പോൾ ദിയക്കും അവൾ അങ്ങനെ അതിലൊരാൾ കണ്ടുപിടിച്ച് ഇവൾ അമ്പലത്തിലുണ്ട് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ അമ്മ വന്നു. ജിമ്മിന് അവിടെ ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജിമ്മിന് അവിടെ ഉണ്ട്. ജിമ്മിനെ കൈ പിടിച്ചു. ജിമ്മിന് ആരാ ഇവൾ നോക്കി. ജിമ്മിൻ തിരിഞ്ഞു നോക്കി. ജിമ്മിനോട് പറഞ്ഞു തുടങ്ങി, കെട്ടിട തലിയെന്ന്. വാറ്റ്? മാരി മീ. മാരി മീ? ഇവളെന്ത് പറഞ്ഞു? ജിമ്മിനിക്കൊന്നും മനസ്സിലായില്ല. കേട്ടാ എന്നെ കൈ പിടിച്ചിട്ട് കെട്ടിക്കാൻ ഫ്രണ്ട് പിടിയെ പറയടാ. പ്ലീസ് ഹെൽപ്പ് മീ. കെട്ടില്ല. ജിമ്മിനോട് പറയുന്നത് പ്ലീസ് ഹെൽപ്പ്. ഇല്ല അവർ എന്നെ കൊന്നു കളയും. പറഞ്ഞ കളത്തേക്ക് കല്യാണം കഴിച്ച് കൊടുക്കുന്നു. ജിമ്മിനിക്ക് ഒന്നും മനസ്സില്ല. ശരി ഇവൾ എന്ത് പറയുന്നത്? കെട്ടോളെ എന്ത് നടക്കണം ജിമ്മിനിക്ക് അറിയില്ല. ജിമ്മിൻ താലി കെട്ടി കുങ്കുമം വെക്കുമ്പോൾ അത് പൂജാരി പറഞ്ഞു. ഇവിടെ ഇരുന്ന് പോന്നി. അവിടെ ഇരുന്ന് മന്ത്രം പറയാൻ തുടങ്ങി. മന്ത്രം അകത്ത് ആരും വരെയില്ലായിരുന്നു. അവർ വരുമ്പോൾ അങ്ങനെ അതിൽ കുറച്ച് പേര് വന്നായിരുന്നു. ഡാഡി വന്നായിരുന്നു. അങ്ങനെ ആരും വരാൻ പറ്റില്ലായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് അടിയാൾ വെച്ചായിരുന്നു. റോസിൻ്റെ കുറച്ച് റോഡ് ഗ്രൂപ്പ് മതി. അങ്ങനെയായിട്ട് അവരെ പിടിച്ചു വരുന്നു. അങ്ങനെ മണ്ടൂറാന്നല്ല പറഞ്ഞ് താലി കെട്ടിയിരുന്നു. മന്ത്രം അതൊരു പറഞ്ഞ് എല്ലാ ചടങ്ങും മാരേജ് കഴിഞ്ഞു. ഇപ്പോൾ ഹീറോയിൻ നല്ല സ്നക്ക് ചെയ്ത് തുടങ്ങി. അച്ഛനോട് ഞാൻ പറയട്ടെ പറഞ്ഞിട്ടോ, ഇവൻ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞാൽ. ഇവനെ കാണാൻ നല്ല സുന്ദരൻ നോക്കച്ചാ. ഇവനെ കാണാൻ ഇങ്ങനെ ഉണ്ട് ചാ. നോക്ക് എനിക്ക് ചെക്കന് ഇഷ്ടമോ അച്ഛാ. ജിമ്മിനിക്ക് ഇവളെ എന്ത് സംസാരിക്കുക. ജിമ്മിനിക്ക് ഒന്നും മനസ്സിലായില്ല. മുളിക്കാൻ തുടങ്ങി ജിമ്മിന്. അച്ഛാ ഇനി മേലെ എന്നെ കല്യാണം കഴിപ്പിക്കുന്ന ഇവന് പറഞ്ഞാവല. അമ്മ നോക്കാൻ തുടങ്ങി. മോളെ ഇവനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലേ. ആദ്യം നല്ല കണ്ണന് മതി ഉണ്ടല്ലേ. നല്ല വൈറ്റായിട്ടുണ്ടല്ലേ. അതമ്മ ഇവിടെ ഞാൻ ലവ് ചെയ്യാം. അമ്മ എന്നിട്ട് പറഞ്ഞു തരുന്നു. ഇനി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു തരുന്നു. ലവ് ചെയ്തത് ഹീറോയി പറഞ്ഞില്ലായിരുന്നു. ഒരുപോലെ ജിമ്മിന് അറിഞ്ഞാൽ അവനിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവും. ഹീറോയ്ക്ക് മനസ്സിലായി. ഇത് കൊറിയൻ പോയി. ഹീറോയ്ക്ക് അറിയൂ ജിമ്മിനെ. അതുകൊണ്ട് ഹീറോയി മലയാളത്തിൽ തന്നെ പറയാൻ തുടങ്ങി. ഇവനെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ പ്രണയിക്കുന്നതെന്ന്. ഇന്നും പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തില്ലല്ലേ. അമ്മ പറയുന്നത് അതെ ഇത് ആ ഫോട്ടോത്തുള്ള ചെക്കനെ തന്നെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മോൾ സ്നേഹിക്കണം, ഇവനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നത്. നിങ്ങളെന്ത് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഹീറോയിൻ്റെ അച്ഛനക്ക് ഒന്നും മനസ്സിലായില്ല. ആ ചെക്കനെ ചെക്കൻ പറയാൻ തുടങ്ങി. അവിടുന്ന് പോയി. നിങ്ങളൊരു കാര്യം ഞാൻ
എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ടിന് ഓ അച്ഛ നോക്ക് പോടാ വാടാ എന്ന്. അപ്പോൾ സമാധാനമായി. ഹീറോയുടെ അച്ഛൻ പറയാൻ തുടങ്ങി, വീട്ടിലേക്ക് വാ അച്ഛ, സോറി അച്ഛ, ഞാൻ വരാൻ പറ്റില്ല. ഹീറോയെ അവനെടുത്തോണ്ട് ഇങ്ങനെ വണ്ടിയിലിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ഹോട്ടൽ അവർ ഫോളോ ചെയ്യുന്നില്ല. നിപ്പിച്ചു ഹോട്ടൽ ജിമ്മിനോട് സാർ ജിമ്മിൻ നോക്കാൻ തുടങ്ങി. സാർ അർജുൻ എന്ത് പറ്റി? ഇവിടെ പ്ലേസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ബായ് സാർ ഞാൻ പോവാ ഏടോ പോകാൻ തുടങ്ങി. ജിമ്മിന് കൈ പിടിച്ചു. നിൽക്കടാ, എന്താ ഇവിടെ നടക്കുന്നത്? ജിമ്മിൻ ചോദിച്ചു. ഇല്ല സാർ, അതൊന്നുമില്ല സാറേ, അത് ചുമ്മാ ചോക്ക് സാർ. എന്ത്? അവർ പോയി ഒന്ന് ജിമ്മിനോട് പറഞ്ഞു. ജിമ്മിനോട്ട് ഇതെന്ത് കെട്ടിയാൽ എന്ത് സംഭവിക്കൂ? ഒന്നുമില്ല, ചുമ്മാ ചുമ്മാ സാർ, ഇത് റിയൽ അല്ല സാർ, ഒന്നുമില്ല ചുമ്മാ ചുമ്മാ സാർ, ഒന്നുമില്ല. എന്താ മാരേജ് ആയിരുന്നു വൈഫ് എന്ന് പറഞ്ഞു. സാർ വൈഫില്ല, അത് റിയൽ മാരേജ് അല്ല സാർ, മാരേജ് അതാ സാർ, റിയൽ അല്ല സാർ. സാർ ഇത് നമ്മൾ സൈൻ ചെയ്ത മാത്രം മാരേജ് അതെ സാർ. അങ്ങനെ പറഞ്ഞു ജിമ്മിനോട് എടുത്ത് വെച്ച് ഓടിപ്പോയി. അങ്ങനെ അർജുനെ പിടിച്ച് ജിമ്മിനിക്ക് കുളുക്കാൻ തുടങ്ങി. സാർ ജിമ്മിൻ മറട്ട തുടങ്ങി. എനിക്ക് പറയുന്ന ഇല്ല, ഞാൻ എൻ്റെ ഫോട്ടോ ജിമ്മിൻ ഫോട്ടോ എടുത്ത് ഞാൻ ഫ്രണ്ടിൽ കഴിക്കും മറിയാതെ പറയും. ജിമ്മിൻ ഞാൻ വളരെ കാര്യം പറയാതാണ്. ജിമ്മിൻ സ്മർക്ക് ചെയ്തു. ഓക്കെ എവിടെ എനിക്ക് മാരേജ് ആയില്ലേ, ശരി ഓക്കെ, ഹോട്ടലിൽ പോവാം. ഹോട്ടലിൽ പോയി ശരി ഓക്കെ, ഞാൻ പറഞ്ഞ മതി നീ ചെയ്യണമെന്ന് മറട്ടുള്ള ശരി ഓക്കെ. ഹീറോയിനെ വരുത്തി എന്നാൽ കുറച്ച് ഫ്രഷ് ആയിട്ട് വന്നു. ഹീറോയിൻ സമാധാനമായി. അങ്ങനെ ഹീറോയിൻ റൂമിൽ പോയി. ഹീറോ ഹോട്ടലാണ് താമസിക്കുന്നത്. അങ്ങനെ വാങ്ങ തുറന്നു. അകത്തൊരാൾ വരുമായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ല, ഇതെല്ലാം കിടന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ രാവിലെ അഞ്ച് നോക്കുക, ഇതെന്ത് ബസ് ഉണ്ടോ തരുന്നു നോക്കും. ജിമ്മിൻ രണ്ട് വീട്ടിലെ കൈ വെച്ച് ഹീറോയിനെ നോക്കുക. ഒച്ചുണ്ടാക്കി ഹീറോയിൻ നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ജിമ്മിന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് കൂടെ ഇരിക്കാം ഇവിടേക്ക്. സാർ അതൊന്നുമില്ല സാർ. ഏത് ഹീറോയിൻ ഓടി പോകാൻ തുടങ്ങി. ഹീറോയിൻ മറക്കാൻ തുടങ്ങി. അവൻ്റെ അച്ഛനോട് പറയട്ടെ, സാർ നിങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് അറിഞ്ഞു. എന്താ വെച്ചാൽ മണ്ടി വരച്ച് പോയി. ഞാൻ മണ്ടനെ വെച്ച് പോയോ? മറിയാതെ എൻ്റെ കൂടെ കൊറിയൊക്കെ വരുന്നത് നിനക്കതിൽ സാർ എടുത്ത് ഓടിപ്പോകുന്നു. ജിമ്മിനെ പിടിച്ചു. മറിയാതെ ഞാൻ കൂടെ വരുന്ന ഇല്ല അച്ഛനോട് പറയണോ വരാ. അങ്ങനെ ജിമ്മിൻ റെഡി ആയിക്കോ പോ എന്ന് പറഞ്ഞു.